നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന അങ്ങനെ തുടർച്ചയായി രണ്ടാം ജയം നേടി ഈ ലോകകപ്പിൻ്റെ നോക്കൗട്ടിൽ കടന്നിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ഇന്ന് ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഈ 5 ഗോളും അടിച്ചത് ലിയണൽ മെസ്സി എന്ന അവരുടെ ഇതിഹാസ താരമാണ്. അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ലിയണൽ സ്കലോണി ഈ ലോകകപ്പിൽ ഒരുക്കിയിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് മെസ്സിയെ മുൻനിർത്തി കളിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ മെസ്സിയെ ഗോളടിക്കാൻ മെസ്സിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അർജന്റീനയുടെ മറ്റ് താരങ്ങൾ ഏറ്റെടുക്കുകയും ഗോളടിക്കുക മെസ്സിയെ മുൻനിർത്തി മെസ്സിയിലേക്ക് കുന്തമുന നിർത്തി മെസ്സിയെ കൊണ്ട് ഗോളടിപ്പിച്ച് ജയിക്കുക എന്ന തന്ത്രം ആദ്യത്തെ 2 കളിയിലും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം മെസ്സി തന്നെയാണ് 5 ഗോളും അടിച്ചത്. അർജന്റീന അടിച്ച 5 ഗോളും മെസ്സി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. മറ്റ് സ്ട്രൈക്കേഴ്സിലേക്ക് ഇപ്പോൾ മാർട്ടിനസ് ആയാലും അൽവാരസ് ആയാലും അങ്ങനെ ഫോക്കസ് കൊടുക്കാതെ മെസ്സിയെ മാത്രം മെസ്സിയിൽ കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു തന്ത്രമാണ് സ്കലോണി ഈ ലോകകപ്പിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതുവരെ ഫലപ്രദമാണ്. പക്ഷേ ഈ കളി എത്രത്തോളം എഫക്റ്റീവാണ് അർജന്റീനയുടെ കളി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അർജന്റീന കുറച്ചുകൂടി മെച്ചപ്പെടുകയാണെങ്കിൽ കുറേയും കൂടി അൺബീറ്റബിൾ ആകും. തോൽപ്പിക്കാനാകാത്തൊരു ശക്തിയായി അവർ മാറുക എന്നത് വളരെ പ്രധാനമാണ്. ഓസ്ട്രിയ സ്വാഭാവികമായിട്ടും അൾജീരിയയേക്കാൾ കൂടുതൽ വെല്ലുവിളി അർജന്റീനയ്ക്ക് ഉയർത്തിയിരുന്നു. ഓസ്ട്രേലിയ നന്നായിട്ടാണ് കളിച്ചത്. ഓസ്ട്രിയ മെച്ചപ്പെട്ട കളിക്കുമെന്ന് നമുക്ക് ഈ കളിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. അൾജീരിയയെ പോലെ ദുർബലമായിരിക്കില്ല ഓസ്ട്രിയയുടെ വെല്ലുവിളി എന്നറിയാമായിരുന്നു. എന്നാലും അർജന്റീന ആ വെല്ലുവിളിയെ മറികടന്നു. നല്ല സാമാന്യം തരക്കേടില്ലാത്ത 2 ഗോളിൻ്റെ വിജയം നേടി. അതിൽ ഒരു നിരാശയുള്ളത് ആദ്യ 9ാമത്തെ മിനിറ്റിൽ നൽകി കിട്ടിയ പെനാൽറ്റി മെസ്സി പാഴാക്കി എന്നുള്ളതാണ്. എന്തായാലും അതും കൂടി അടിച്ചിരുന്നെങ്കിൽ സമ്പൂർണ്ണമായ ഒരു വിജയമായി മാറിയനെ. എന്തായാലും തൽക്കാലം നിലവിൽ താരതമ്യേന ചെറിയ ടീമുകളാണ് അൾജീരിയ, ഓസ്ട്രിയ എന്നിരിക്കെ തന്നെ 2 കളി തുടർച്ചയായി ജയിച്ചു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം അർജന്റീനയ്ക്ക് കൊടുക്കും. അതിൽ സംശയമേ ഇല്ല. ആത്മവിശ്വാസത്തിൻ്റെ കാര്യമാണത്. നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ മെസ്സിയെ മുൻനിർത്തിയുള്ള സ്കലോണിയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എങ്കിലും അർജന്റീന കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. തുടർച്ചയായി 2ാമത്തെ ലോകകപ്പിലേക്ക് എത്താൻ, ലോകകപ്പ് നേടാൻ, ആ കിരീടം നേടാൻ കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഇനിയും ശക്തരായ ടീമുകൾ വരുമ്പോൾ അർജന്റീന എങ്ങനെയായിരിക്കും കളിക്കുക എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും നിലവിൽ 2 കളി ജയിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ കളി കുറേ കൂടി മെച്ചപ്പെടുത്താതെ വലിയ ശക്തരായ ടീമുകൾക്കെതിരെ കളിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എങ്കിലും സ്കലോണി ഓരോ കളിക്കനുസരിച്ച് ആയിരിക്കും അദ്ദേഹം തന്ത്രം ഒരുക്കുന്നുണ്ടാവുക. ഈ 2 കളിയിലെയും മെസ്സിയെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രം വിജയിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.